പമ്പയിലും തിരക്ക് വർദ്ധിച്ചിരിക്കുകയാണ്. ദർശനം കഴിഞ്ഞ് മല ഇറങ്ങിയവരും മകരജ്യോതി ദർശിക്കുന്നതിനായി കാത്തുകിടക്കുന്നവരുടെയും സാന്നിധ്യമാണ് തിരക്ക് കൂടാനുള്ള ഒരു കാരണം. നിലവിൽ പമ്പയിൽ തുടരുന്നവർക്കും മകരജ്യോതി ദർശനത്തിന് ശേഷം മാത്രമേ സന്നിധാനത്തേക്ക് പ്രവേശിക്കാനാകൂ. ഞങ്ങളുടെ പ്രതിനിധി മിഥുൻ മുരളി തയ്യാറാക്കിയ റിപ്പോർട്ട് കൂടി ഒന്ന് കാണാം. പമ്പയിൽ പൂർണ്ണ നിയന്ത്രണം ഏർപ്പെടുത്തിയിരിക്കുകയാണ്. രാവിലെ 10:45 തന്നെ പമ്പയിൽ നിന്നും സന്നിധാനത്തേക്ക് ഭക്തരെ കടത്തിവിടുന്നത് തടഞ്ഞു. ഭക്തരെ യാതൊരു കാരണവശാലും ഇനി മകരജ്യോതി ദർശനം പൂർത്തിയാകുന്നത് വരെയുള്ള സമയങ്ങളിൽ പമ്പയിൽ നിന്നും സന്നിധാനത്തേക്ക് പ്രവേശനം അനുവദിക്കുന്നില്ല. ഇത് തടഞ്ഞുകൊണ്ട് പമ്പയിൽ നിന്നും സന്നിധാനത്തേക്ക് കടക്കുന്നതിനുള്ള മുഴുവൻ ഭാഗങ്ങളിലും തടസ്സം ഏർപ്പെടുത്തിയിരിക്കുകയാണ് പോലീസ് ഉദ്യോഗസ്ഥർ. 10:45 തന്നെ പമ്പയിലെ പ്രധാന പ്രവേശന കവാടം ബാരിക്കേഡും മറ്റും ഉപയോഗിച്ചുകൊണ്ട് പോലീസ് അടച്ചു. പമ്പയിലെ നടപ്പന്തലും അടച്ചു. മറ്റു ഭാഗങ്ങളിൽ വടങ്ങളുമൊക്കെ കെട്ടിക്കൊണ്ട് നിയന്ത്രണം ഏർപ്പെടുത്തിയിരിക്കുകയാണ് പോലീസ് ഉദ്യോഗസ്ഥർ. സന്നിധാനത്ത് തിരക്ക് നിയന്ത്രണ വിധേയമാകുന്ന സാഹചര്യത്തിൽ മാത്രമായിരിക്കും ഇനി പമ്പയിൽ നിന്നും ഭക്തരെ സന്നിധാനത്തേക്ക് കടത്തിവിടുക. മകരജ്യോതി ദർശനം പൂർത്തിയാകുന്ന സമയത്ത് അനുബന്ധിച്ച് മാത്രമായിരിക്കും ഇവിടെ ഇപ്പോൾ തങ്ങിയിരിക്കുന്ന ഭക്തജനങ്ങൾക്ക് സന്നിധാനത്തേക്ക് പ്രവേശനം സാധ്യമാവുക. ഹിൽ ടോപ്പ് അടക്കമുള്ള ഭാഗങ്ങളിൽ പമ്പയിൽ മകരജ്യോതി ദർശനം സാധ്യമാകുന്ന വ്യൂ പോയിന്റുള്ള പ്രദേശങ്ങളിലെല്ലാം സുരക്ഷാ ക്രമീകരണങ്ങളും ശക്തമായ രീതിയിൽ തന്നെ വിപുലമായ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്നത് ഈ വ്യൂ പോയിന്റ് പമ്പയിലെ പ്രധാന വ്യൂ പോയിന്റ് ആയിട്ടുള്ള പമ്പ ഹിൽ ടോപ്പിന് ഭാഗങ്ങളിൽ ഏർപ്പെടുത്തിയിരിക്കുന്ന സുരക്ഷാ ക്രമീകരണങ്ങളുടെ ഭാഗമായിട്ട് ഫയർഫോഴ്സ് ഉൾപ്പെടെയുള്ള വകുപ്പുകൾ സജ്ജമായിരിക്കുന്ന അവരുടെ വാഹനങ്ങൾ സജ്ജമായിരിക്കുന്ന ദൃശ്യങ്ങളാണ് കാണുന്നത്. പമ്പയിൽ പ്രധാനമായും പമ്പ ഹിൽ ടോപ്പ് സബ്സ്റ്റേഷന് എതിർവശത്തുള്ള പാർക്കിംഗ് മേഖലയിലും ഒപ്പം പമ്പ ത്രിവേണി പെട്രോൾ പമ്പിന് സമീപമുള്ള പാർക്കിംഗ് മേഖലയിലുമാണ് വ്യൂ പോയിന്റ് ഉള്ളത്. ഈ ഭാഗങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ട് വലിയ രീതിയിൽ ഭക്തജനങ്ങൾ തമ്പടിക്കുന്നതിനുള്ള സാഹചര്യം ഇനിയുള്ള മണിക്കൂറുകളിൽ ഉണ്ടാകും. അതുകൊണ്ട് തന്നെ അവിടെ സുരക്ഷ ശക്തമാക്കിയിരിക്കുകയാണ് ഫയർഫോഴ്സും പോലീസും മറ്റ് വിഭാഗങ്ങളും എല്ലാം ചേർന്നുകൊണ്ട്. പമ്പയ്ക്കും നിലയ്ക്കലിനും ഇടയിൽ അട്ടത്തോട് പടിഞ്ഞാറെ കോളനി, ഇലവുങ്കൽ, നെല്ലിമല, അയ്യന്മല തുടങ്ങിയ ഭാഗങ്ങളിലാണ് വ്യൂ പോയിന്റ് ഉള്ളത്. ഈ ഭാഗങ്ങളും കേന്ദ്രീകരിച്ചുകൊണ്ട് സുരക്ഷ ശക്തമാക്കിയിരിക്കുകയാണ്. ഉച്ചയ്ക്ക് ശേഷമുള്ള സമയത്ത് ഈ ഭാഗങ്ങളിലും അട്ടത്തോട് പടിഞ്ഞാറെ കോളനി, ഇലവുങ്കൽ, നെല്ലിമല, അയ്യന്മല തുടങ്ങിയ മകരജ്യോതി ദർശനം സാധ്യമാകുന്ന ഭാഗങ്ങളിലെല്ലാം വലിയ ഭക്തജന തിരക്ക് അനുഭവപ്പെടുന്ന സാഹചര്യം ഉണ്ടാകും. രാവിലെ മുതൽ തന്നെ പോലീസ് ഉദ്യോഗസ്ഥർ ഈ ഭാഗങ്ങളിലെത്തി സുരക്ഷാ ക്രമീകരണങ്ങൾ വിലയിരുത്തുന്നുണ്ട്. നിലവിൽ നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്നത് പമ്പയിലെ നടപ്പന്തലിൽ കാത്തുകിടക്കുന്ന ദർശനത്തിന് വേണ്ടി സന്നിധാനത്തേക്ക് പോകുന്നതിന് വേണ്ടി കാത്തുകിടക്കുന്ന ഭക്തജനങ്ങളുടെ ദൃശ്യങ്ങളാണ്. 10:40 ശേഷം ഇവിടെ പോലീസ് ഈ ബാരിക്കേഡ് ഉൾപ്പെടെ ഉപയോഗിച്ചുകൊണ്ട് ഈ പമ്പയിൽ തടസ്സം സൃഷ്ടിച്ചതിന് പമ്പയിൽ നിന്നും സന്നിധാനത്തേക്ക് ഭക്തരെ കടത്തിവിടില്ല എന്ന് അറിയിച്ചതിന് ശേഷം ഇവിടേക്ക് എത്തിയ ഭക്തജനങ്ങളാണ് ഇവർ ഇനി മണിക്കൂറുകളോളം ഇവിടെ കാത്തുകിടക്കേണ്ട സാഹചര്യം ഉണ്ടാകും. രാത്രി മകരജ്യോതി ദർശനം സാധ്യമായതിനു ശേഷമുള്ള സമയത്ത് ഒരുപക്ഷെ 8 മണി 9 മണി സമയത്ത് മാത്രമായിരിക്കും ഇവർക്ക് സന്നിധാനത്തേക്ക് പ്രവേശനം സാധ്യമാകുക. അത്രയും സമയം മണിക്കൂറുകളോളം ഇവർക്ക് ഈ നടപ്പന്തലിലും മറ്റുമായിട്ട് വിശ്രമിക്കേണ്ട സാഹചര്യമുണ്ട്. കുടിവെള്ളം ഉൾപ്പെടെയുള്ള മറ്റ് ഭക്ഷണ ക്രമീകരണങ്ങൾ ഉൾപ്പെടെയുള്ള സൗകര്യങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട് ഈ ഭക്തജനങ്ങൾക്കായിട്ട് എന്നാണ് ഇവിടെ നിലയുറപ്പിച്ചിരിക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥർ അറിയിച്ചിരിക്കുന്നത്. കൃത്യമായ ഇടവേളകളിൽ കുടിവെള്ളം ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ ഒരുക്കേണ്ടതും അത്യാവശ്യമായിട്ടുള്ള കാര്യമായിട്ട് നിലനിൽക്കുന്നു. നിലവിൽ നിലയ്ക്കലും 9:00 തന്നെ ഭക്തജനങ്ങൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തിയിരുന്നു. അതുകൊണ്ട് തന്നെ പമ്പയിലേക്ക് ഭക്തജനങ്ങൾ കടന്നു വരുന്നതേ ഉള്ളൂ. ഇനി കൂടുതൽ മണിക്കൂറുകളിൽ കൂടുതൽ നിലയ്ക്കലിൽ നിന്നും ഭക്തജനങ്ങൾ ഇവിടേക്ക് എത്തുന്ന സാഹചര്യം ഉണ്ടാകും. അങ്ങനെയാണെങ്കിൽ ഈ നടപ്പന്തലിൽ വലിയ ഭക്തജന തിരക്ക് അനുഭവപ്പെടാനുള്ള സാഹചര്യവും ഉണ്ട്. എന്തായാലും സുരക്ഷാ ക്രമീകരണങ്ങൾ പമ്പയിലും മറ്റു ഭാഗങ്ങളിലുമെല്ലാം വ്യൂ പോയിന്റിൽ ലഭിക്കുന്ന മകരജ്യോതി ദർശനം ലഭിക്കുന്ന ഭാഗങ്ങളിലെല്ലാം സുരക്ഷാ ക്രമീകരണങ്ങൾ ഒരു വശത്ത് പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നു, അന്തിമഘട്ടത്തിലെത്തിയിരിക്കുന്നു. അതോടൊപ്പം തന്നെ ഇവിടെ നടപ്പന്തൽ കേന്ദ്രീകരിച്ചുകൊണ്ട് വലിയ ഭക്തജനങ്ങളും ഈ സന്നിധാനത്തേക്ക് കടക്കുന്നതിന് വേണ്ടി സന്നിധാനത്തേക്ക് പ്രവേശനം സാധ്യമാകുന്നതിന് വേണ്ടി കാത്തുകിടക്കുന്ന സാഹചര്യവുമുണ്ട്. രാത്രിയോടുകൂടി തന്നെ ആയിരിക്കും ഇവർക്ക് ഇനി സന്നിധാനത്തേക്ക് കടക്കാനാവുക. സന്നിധാനത്ത് നിന്നും ഭക്തജനങ്ങൾ മലയിറങ്ങി വരുന്നതിനനുസൃതമായിട്ട് ഇവരെ പമ്പയിൽ നിന്നും സന്നിധാനത്തേക്ക് കയറ്റി വിടുകയും ചെയ്യും. എന്തായാലും ഈ സുരക്ഷാ ക്രമീകരണങ്ങൾ ഒരു വശത്ത് പുരോഗമിക്കുന്നു. ഭക്തജനങ്ങൾ പമ്പയിൽ കാത്തുകിടക്കുന്ന സാഹചര്യവും ഉണ്ടാകുന്നു. താരതമ്യേന രാവിലെ ഭക്തജന തിരക്ക് കുറവ് അനുഭവപ്പെടുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. കാരണം 50,000 ഭക്തജനങ്ങൾക്ക് മാത്രമായിരുന്നു വെർച്വൽ ക്യൂ വഴി ഇന്ന് ബുക്കിംഗ് അനുവദിച്ചത്. അതുകൊണ്ട് മുൻ വർഷങ്ങളെ അപേക്ഷിച്ച് താരതമ്യേന രാവിലെ പമ്പയിൽ തിരക്ക് കുറവ് അനുഭവപ്പെട്ടു. തുടർന്ന് വരുന്ന മണിക്കൂറുകളിൽ 8 മണിയൊക്കെ ആയ സമയത്ത് രാവിലെ വലിയ ഭക്തജന തിരക്ക് പമ്പയിൽ ക്രമാനുഗതമായി ഉയരുന്ന സാഹചര്യമുണ്ടായി. 2 കാരണങ്ങൾ. ഒന്ന്, പമ്പയിൽ നിന്ന്
സന്നിധാനത്ത് നിന്നും മലയിറങ്ങി വരുന്ന ഭക്തജന്റെ എണ്ണം രാവിലെ കൂടി. ഒപ്പം പമ്പയിലും പരിസര പ്രദേശങ്ങളിലുമായിട്ട് ഈ മകരജ്യോതി ദർശനം കാണുന്നതിന് വേണ്ടി ദർശിക്കുന്നതിന് വേണ്ടി കാത്തുകിടക്കുന്ന കഴിഞ്ഞ ദിവസങ്ങളിൽ ദർശനം പൂർത്തിയാക്കിയ ഭക്തജനങ്ങളും പമ്പയിലും പരിസര പ്രദേശങ്ങളിലുമൊക്കെ ആയിട്ട് തമ്പടിക്കാൻ തുടങ്ങി. അതും രാവിലെ ഭക്തജനങ്ങളുടെ തിരക്ക് പമ്പയിൽ കൂടുതലായി അനുഭവപ്പെടാൻ കാരണമായ രണ്ട് കാര്യങ്ങളായിട്ട് നിലനിൽക്കുകയും ചെയ്തു. എന്തായാലും സുരക്ഷാ ക്രമീകരണങ്ങൾ ഒരു വശത്ത് പുരോഗമിക്കുന്നു. ഒപ്പം തന്നെ പമ്പയിൽ നിന്നും സന്നിധാനത്തേക്ക് ദർശനം കാത്തുകിടക്കുന്ന ഭക്തജനങ്ങളും ഈ നടപ്പന്തലിലുണ്ട്. പമ്പയിൽ നിന്നും ക്യാമറമാൻ ഹരികൃഷ്ണൻ ഹരിപ്പാടിനൊപ്പം മിഥുൻ മുരളി. പമ്പയിലെ ഒരു തിരക്കാണ് നമ്മൾ കണ്ടത്. ഇവിടെ ദർശനം കഴിഞ്ഞ് എത്തിയവരും ഇനി അയ്യനെ കാണാൻ വേണ്ടിയിട്ടുള്ളവരുമായിട്ടുള്ളൊരു നീണ്ട നിര തന്നെയാണ് അവിടെ ഉള്ളത്. ഇതുപോലെ പമ്പയിലെ പോലെ തന്നെ നിലയ്ക്കലിലും സമാനമായ രീതിയിൽ ഭക്തരുടെ ഒരു തിരക്ക് ഉണ്ട് എന്നാണ് അറിയാൻ കഴിയുന്നത്. എല്ലാവർക്കും അയ്യനെ ഒന്ന് കാണുക, മകരജ്യോതി ദർശിക്കുക, ഇത് തന്നെയാണ് അവരുടെ ലക്ഷ്യം. അതിനു വേണ്ടിയിട്ടാണ് പലയിടങ്ങളിലായിട്ട് തമ്പടിച്ചിരിക്കുന്നത്. മിഥുൻ്റെ റിപ്പോർട്ടാണ് നമ്മൾ കണ്ടത്.